ഒന്ന് ശ്രദ്ധിക്കണോ, വെറുതെ പല കുഴിയിലൊന്നും ചാട്ടണ്ട. ആ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കാതിരിക്കും. എടാ ആനന്ദ്, ഇവൻ പറഞ്ഞതിൽ കാര്യമില്ലാന്നല്ല പറയുന്നത്, പക്ഷെ നിന്റെ കൂടെ ഒന്നും ഞാൻ ഉണ്ടാവും, നിനക്ക് എന്തിനും കൂട്ടായിട്ട്. സോ നീ പേടിക്കണ്ട, നിന്റെ കൂടെ ആരും ഇല്ലാന്ന് ഓർത്തിട്ട്. അതെനിക്ക് അറിയാലോ, നീ ഞാൻ ചാവം വിളിച്ചാലും കൂടെ വരുമെന്ന്. വരും, പക്ഷേ ഇപ്പൊ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നിനക്കറിയാലോ, എനിക്കിപ്പോ മിത്രയുണ്ട് എന്റെ കൂടെ. എനിക്കറിയാം, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ആഹാ, നിന്റെ മിത്രറാണി വന്നല്ലോ. അല്ല നോക്കിയ പോലെ എടാ പോടാന്നൊക്കെ വിളിച്ചിട്ട് ഇപ്പൊ പറയണം, നീ പോയേ. ഓ രണ്ടും ഒന്ന് നിർത്തി, ഇതെന്താ ചന്തയാണോ? എടി കൊച്ചെ, ഇവനാരാ ഞങ്ങളോട് പറയാൻ? നിനക്കറിയോ ഇവനെ? ആവോ ഏതോ വഴിപോക്കനാന്നാ തോന്നുന്നേ, വെറുതെ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുക. ഓഹോ, ഇപ്പൊ രണ്ടുപേരും എനിക്ക് നേരെ തിരിച്ചാ? നിങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടുപേരും കണക്കാ. ഞാൻ വെറുതെ നിങ്ങളുടെ ഇടയിൽ കഷ്ടപ്പെടണം. രണ്ടും ചിരിക്കേണ്ട, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. എപ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെയാ. മിത്ര, നീ എന്താ ഇന്ന് ലേറ്റ്? സോറി, എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ലേറ്റ് ആയത്. നിങ്ങളെ വെയിറ്റ് ചെയ്തോ കുറെ നേരം? ഓ കുറെ നേരം ഒന്നും വെയിറ്റ് ചെയ്തില്ല, ഒരു 10 മിനിറ്റ്. കുറച്ച് മുമ്പ് വന്നിരുന്നേ നിനക്ക് ഇവന്റെ അലീനെ കാണായിരുന്നു, അവൻ ഇവിടെ ഉണ്ടായിരുന്നു. നീ അത് മിസ് ചെയ്തു. ഓ ഞാൻ മിസ് ചെയ്തുല്ലേ? ചെയ്തു. എടി മിത്രേ, നിന്റെ കോളേജിൽ എപ്പോഴും ഇങ്ങനെ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ട്? നമ്മുടെ കോളേജ് കണ്ട് പഠിക്കും. ഇവിടെ അങ്ങനെ ഒന്നുമില്ല, എപ്പോ വേണേലും ഇറങ്ങി വരാം, എപ്പോ വേണേലും കയറി ചെല്ലാം. കാണുമ്പോ ആഗ്രഹം തോന്നുന്നു. ഞാൻ പണ്ടേ ഇവിടെ ചേരണമെന്ന് ആഗ്രഹിച്ചത്, പക്ഷെ എന്ത് ചെയ്യാനാ, അച്ഛൻ അവിടെ കൊണ്ടുപോയി ചേർത്തു. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവിടെ തന്നെയാ എന്റെ വിധി. അതേതായാലും നന്നായി. പോടാ നീ. അല്ല, രണ്ടുപേരും എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്ന പോലെ തോന്നി, എന്തായിരുന്നു? ഓ അത് ഒന്നുമില്ലടി, എന്നേ ഇവിടെ ഒരു പുതിയ കൊച്ചു വന്നേ. അവളെ കണ്ടപ്പോ നമ്മുടെ ആനന്ദിന് ചെറുതായൊന്ന് ക്രഷ് അടിച്ചു പോകുന്നൊരു സംശയം. അല്ല അവനിപ്പോ അവളുടെ പിറകെയാ. സത്യാണോ പറയുന്നേ? ഓ മൈ ഗോഡ്, അൺബിലീവബിൾ. ആനന്ദേട്ടാ, അയ്യോടി പെണ്ണെ, നീ എന്നെ ഇങ്ങനെ നോക്കല്ലേ. അത് പിന്നെ എനിക്ക് ആ കൊച്ചിനെ കണ്ടപ്പോ ഇഷ്ടമായി, അതാ. ആയിക്കോട്ടെ, നമ്മളെന്ന് സപ്പോർട്ട് ഉണ്ട്. എടാ ആനന്ദേ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, കുറെ നേരായില്ലേ? ആടാ ശരി, എന്നാ ഞാൻ അവളെ ഒന്ന് അന്വേഷിക്കട്ടെ. ആരെ? ഓ ആ കൊച്ചിനെ അല്ല, നമ്മുടെ അനുവിനെ. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ, അവൾ എവിടെയുള്ളതെന്ന് അറിയത്തില്ല. ചിലപ്പോ ദേവൻ അവിടെ എത്തിക്കാണും. ഓക്കേടാ, എന്നാ നീ പൊക്കോ, ഞങ്ങളും പോവാ. എന്നാ ബൈ ആനന്ദേട്ടാ, നാളെ കാണാം. ഓക്കെടി, ബൈ. ഓ ഇനി ഞാൻ ഇവളെ എവിടെ പോയി തപ്പാനാ? ഈ രണ്ടും കൂടെ എവിടെ പോയതാ? ആനന്ദ്, താൻ ഇതുവരെ പോയില്ലേ? ഓ സുമിത്ര, ഞാൻ എന്റെ അനിയത്തിയെ കാത്തുക്കുവാ. അല്ല താനെന്താ ഇതുവരെ പോവാത്തത്? സോറി, എനിക്ക് ഇവിടുത്തെ ബസ് ടൈമിംഗ് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ അവിടെ പെട്ടുപോയി, അതുകൊണ്ടാ ബാക്കിയായത്. ഇനിയിപ്പം എൻ്റെ റൂട്ടിലേക്കുള്ള ബസ് എത്ര മണിക്കാണെന്ന് അറിയത്തില്ല, അവിടം വരെ പോണം. ഓ അങ്ങനെയാണോ? ഇഷു താൻ പറയണ്ടേ നേരത്തെ തന്നെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ കൊണ്ട് ചെന്നാക്കാം, ഓക്കെ, പേടിക്കണ്ട. ഏട്ടാ പോവാം. ഓ ഇവളിപ്പോ വന്നു. എടി എവിടെ ആയിരുന്നടി നീ? ഓ സോറി ഏട്ടാ, ലൈബ്രറി പെട്ടുപോയി, സോറി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വാ നമുക്ക് ഒന്നിച്ചു പോവാം. ഏട്ടാ ഇത് പറയാൻ വിട്ടു, ഇത് എന്റെ പുതിയ ഫ്രണ്ടാ സുമിത്ര. ആണോ? നൈസ് ടു മീറ്റ് യു. ഞാൻ അനന്യ, ഹീസ് മൈ ബ്രദർ. ഹായ് അനന്യ, ഐ ആം സുമിത്ര. നിങ്ങളെ രണ്ടുപേരെയും കണ്ടാലും പറയാം, ഒരുപോലെ ഉണ്ട് കാണാൻ. രണ്ടുപേരുടെയും പരിചയപ്പെടൽ കഴിഞ്ഞെങ്കിൽ പോയാലോ നമുക്ക്? സുമിത്ര വാ, ഒന്നിച്ചു പോ. എടാ തനിക്ക് ബുദ്ധിമുട്ടാവില്ലേ? നോട്ട് അറ്റ് ഓൾ. താൻ എന്റെ കൂടെ വന്നേ. അതെ സുമിത്ര, താൻ വായോ. So are you going to stay here? യെസ്, നമ്മുടെ പ്രിൻസി പറഞ്ഞിട്ടാ ഇവിടെ ഒരു റൂം സെറ്റ് ആയത്. കൂടാതെ ഇത് കോളേജിലേക്ക് അടുത്താന്നും പറഞ്ഞു. സോ ഞാൻ ഇവിടെ തന്നെ ചൂസ് ചെയ്തു. അതേതായാലും നന്നായി, ഇത് കോളേജിന് അടുത്താണല്ലോ. തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. ഓക്കെ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ ബൈ.
ബൈ. ബ്രോ, എനിക്ക് നിന്നെ കുറിച്ച് നന്നായി അറിയാവുന്നതുകൊണ്ട് ചോദിക്കുക, നീ എപ്പോഴാണ് പെണ്ണുങ്ങളുമായി സൗഹൃദം ഉണ്ടാക്കാൻ തുടങ്ങിയത്? അതെന്താടി, എനിക്ക് സൗഹൃദം ഉണ്ടാക്കിക്കൂടെ? അങ്ങനെയല്ല, നീ ഉണ്ടാക്കിയിട്ടില്ലെന്നും അല്ല, എന്നാലും ഇത്ര പെട്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓ, നീ വിശ്വസിക്കോ വിശ്വസിക്കാണ്ടിരിക്കോ എന്താന്ന് വെച്ചാൽ ചെയ്തു, എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ മിത്രയെ നിനക്കറിയില്ലല്ലോ, മിത്ര എന്റെ ഫ്രണ്ടാ. ഓ ആയിക്കോട്ടെ, മിത്രയെ കുറിച്ച് നീ പറയാറുണ്ട്, പക്ഷെ അവൾ ആരാന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. ബട്ട് ആദ്യമായിട്ട് ഒരു പെണ്ണിനെ ഞാൻ നിന്റെ കൂടെ കാണുന്നത്, അതുകൊണ്ടാ ചോദിച്ചത്. ഓ, അതിനിപ്പോ എന്താ? ഒന്നുമില്ല, എന്റെ ഏട്ടൻ ഇങ്ങനെയല്ലാന്ന് എനിക്കൊരു തോന്നല്, അതുകൊണ്ടാ. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോന്ന്? ആർക്ക്? നമ്മളിപ്പോ വരുമ്പോ വഴി ഇറക്കി വിട്ടില്ലേ ആ കൊച്ചിന്. ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് തനിക്ക് അവളോട് എനിക്ക് മനസ്സിലായി. ഇല്ലേ, എനിക്ക് തോന്നിയതാ, നീ വെറുതെ ഇങ്ങനെ ആരെയും കേട്ടത്തില്ല എന്ന്. സത്യം പറയടാ. ഡി, എന്റെ കൈ നിന്റെ കവളത്ത് പതിയുണ്ടെങ്കിൽ മിണ്ടാണ്ട് നിന്നു. അവളുടെ ഒരു അന്വേഷണം. ഓ പിന്നെ പറഞ്ഞതായി ഇപ്പൊ കുറ്റം. നിനക്ക് അവൾ ഉണ്ടാണ്ട് വാപ്പത്തി ഇരിക്കാൻ പറ്റത്തില്ലേ? ഓ ഇരുന്നോളാവേ. ഇപ്പൊ എന്നെ വാപ്പൊത്തി ഇരുത്തിക്കോ. അച്ഛനറിഞ്ഞാ നിന്നെ പഞ്ഞിക്കിടും. ഇപ്പൊ അച്ഛൻ വീട്ടിലില്ലാത്തത് നിന്റെ ഭാഗ്യം. ഇല്ലേലോ? ഇല്ലേ, എനിക്കറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. ഓ, എന്തേലും സംഭവിക്കട്ടെ, അത് നിനക്കെന്താ, നീ മിണ്ടാണ്ട് നിന്നേ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഏട്ടനും സുമിത്രയും നല്ല ഫ്രണ്ട്സായി. അവർക്കിടയിൽ എന്താന്ന് ചോദിച്ചാ ഏട്ടന് അവൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. ബട്ട് അവൾക്ക് തിരിച്ചെന്താന്ന് അവൾ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവളൊരു സൈലന്റ് പേഴ്സൺ ആയിരുന്നു. ആരോട് അങ്ങനെ കൂടുതലൊന്നും സംസാരിക്കില്ല. എന്തോ ഒളിച്ചു വെക്കുന്ന പോലെ. ഏട്ടനത് ഫീൽ ചെയ്യാൻ തുടങ്ങി. അവളോട് ചോദിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ എന്ത് ചോദിക്കണമെന്ന് ഓർത്ത് അവനാകെ ഒരു പരിഭ്രാന്തിയായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ അവളോട് ചോദിച്ചു, സുമിത്ര, താൻ എന്തേലും എന്നെ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ? തനിക്ക് എന്നോട് പറയാൻ തോന്നുവാണെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്ക് തന്റെ മുഖം കാണുമ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അതെന്താ ആനന്ദ് താൻ അങ്ങനെ ചോദിച്ചത്? എടോ, സത്യം പറഞ്ഞാ എനിക്ക് അറിയില്ല, പക്ഷെ തന്റെ മുഖം കാണുമ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. തനിക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയാം. എന്തെങ്കിലും പറയണം തോന്നിയാ പറഞ്ഞോ, ഞാൻ കേൾക്കാം. താൻ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടോ? ആനന്ദ്, താൻ ഇപ്പോ ഫ്രീ ആണോ? ഓഫ് കോഴ്സ്, തനിക്ക് വേണ്ടി ഞാൻ എപ്പോഴും ഫ്രീ ആയിരിക്കും. അങ്ങനെ പറയല്ലേ, എനിക്ക് സംസാരിക്കണം, ഒരുപാടുണ്ട്. അതുകൊണ്ടാ. താൻ ഫ്രീ ആണെങ്കിൽ വന്നാ മതി. ഞാൻ ഇപ്പൊ ഫ്രീയാ, തനിക്ക് എന്ത് വേണേലും എന്നോട് സംസാരിക്കാം. ഓക്കെ, എന്നാ നമുക്ക് അങ്ങോട്ട് മാറിയാലോ? ഓക്കെ. ആനന്ദ്, ഞാൻ തന്നോട് ചോദിക്കുന്നതിന് താൻ സത്യസന്ധമായിട്ട് എനിക്ക് ഒരു മറുപടി തരണം. അതെന്താണ് ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? ഞാൻ എന്തേ കള്ളം പറയുവാണെന്ന് നിനക്ക് തോന്നിയോ? അങ്ങനെയല്ല, എനിക്കിത് അറിയണം, അതുകൊണ്ടാ. ഓക്കെ, താൻ ചോദിച്ചോ. ആനന്ദ്, തനിക്ക് എന്നോട് എന്തെങ്കിലും ഉണ്ടോ? സുമിത്ര, താൻ ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. എടോ, മനസ്സിലായില്ലെന്ന് കള്ളം പറയണ്ട. ഞാൻ ചോദിച്ചതിന് ഒരു മീനിങ്ങേ ഉള്ളൂ. നിനക്ക് എന്നെ ഇഷ്ടമാണോ? അത് പിന്നെ സുമിത്ര, താനെന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു ചോദ്യം ചോദിച്ച്? ആനന്ദ്, സേ യെസ് ഓർ നോ. അത് പിന്നെ യെസ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എങ്ങനെയുള്ള ഇഷ്ടം? ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് ഓർ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് ആരോടെങ്കിലും അങ്ങനെ മാത്രമാണോ? അതോ ലൈഫ് ലോങ് ഒന്നിച്ചു വേണം, അങ്ങനെയാണോ? സുമിത്ര, താൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് തന്നെ കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായതാ. എനിക്കറിയില്ല തന്നോട് എങ്ങനെയാ പറയണ്ടേന്ന്. എന്റെ ജീവിത പങ്കാളിയാക്കാൻ ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോഴാ താൻ വരുന്നത്. തന്നെ കണ്ടപ്പോൾ തന്നെ എനിക്കുണ്ടായ ആ ഫീല് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാടി. എപ്പോഴും നിന്റെ പിറകെ വരുന്നത് തന്നെ അതിനുവേണ്ടിയാ. നിന്നോട് എങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നീ ഇപ്പൊ ചോദിച്ചില്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. എനിക്ക് നിന്നോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ടാ ഞാനിങ്ങനെ. നിനക്കറിയാലോ, ഞാൻ എന്നും നിന്റെ പിന്നാലെ ഉണ്ടാവും. ആനന്ദ്, എനിക്ക് നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ നീ എന്നെ കല്യാണം കഴിക്കുമോ? സുമിത്ര, നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് എന്താ പറ്റിയേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആനന്ദ്, ഞാൻ ചോദിച്ചതിന് മറുപടി താ. എടി പെണ്ണെ, നീ എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ എനിക്ക് അതും മതി. പിന്നെ ലൈഫ് ലോങ് നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതിപ്പോ മാരേജ് ആയാലും അല്ലെങ്കിലും നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവും.
ആനന്ദ്, നീ പറയുന്നത് കള്ളമല്ലാന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? സുമിത്ര, എനിക്ക് നിന്നോട് കള്ളം പറയേണ്ട ആവശ്യമില്ല. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കല്യാണം കഴിക്കാനും നിന്റെ കൂടെ ജീവിക്കാനും. നിനക്കറിയോ, എന്റെ അച്ഛൻ എപ്പോഴും എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ നോക്കിയിട്ടില്ല. എപ്പോഴും അച്ഛന്റെ ആഗ്രഹങ്ങൾ എന്റെ മേലെ അടിച്ചമർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അശോകിനോട് എപ്പോഴും പറയും, എനിക്കൊരു പെണ്ണിനെ സ്നേഹിക്കണം, അവളെ കല്യാണം കഴിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, അച്ഛനെ എതിർക്കണം എന്നൊക്കെ. ബട്ട് ഇതുവരെ എനിക്കത് പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. ബട്ട് നിന്നെ കണ്ട ശേഷം എനിക്കറിയില്ലടി, എല്ലാം ചെയ്യാനുള്ള ധൈര്യം കിട്ടി. ആനന്ദ്, ഐ ലവ് യു. ആ, എന്താ പറഞ്ഞത്? ആനന്ദ്, എനിക്ക് നിന്നെ ഇഷ്ടം. നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ആർ യു സീരിയസ്? നീ സത്യമാണോ പറയുന്നേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ കേട്ടത് മാറിപ്പോയതല്ലോ. നോ, ഞാൻ സത്യ പറഞ്ഞത്. എനിക്ക് നിന്നെ ഇഷ്ടം. നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ? എല്ലാരെയും എതിർത്ത്? എടി, അതൊരു ചോദ്യമാണോ? 100 വട്ടം എനിക്ക് സമ്മതമാ. എങ്കിൽ നീ നാളെ തന്നെ എന്നെ കല്യാണം കഴിക്കോ? രജിസ്റ്റർ മാരേജ് ആയാലും മതി. സുമിത്ര, എന്താടി, എന്താ പറ്റിയേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ ഒന്ന് പറ, ഞാൻ സോൾവ് ചെയ്യാം. നീ എന്തിനാ ഇങ്ങനെ മനസ്സിൽ വെച്ച് നടക്കുന്നേ? നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറയാം. നീ എന്തോ മറച്ചു വെക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ഇപ്പോ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ ഇപ്പോ ഇത്ര പെട്ടെന്ന് നിനക്കൊരു കല്യാണം വേണമെന്ന്? എന്താ, നിനക്ക് പറ്റൂലേ ഇത്ര പെട്ടെന്ന് എന്നെ കല്യാണം കഴിക്കാൻ? നോ, അതുകൊണ്ടല്ല. ഞാൻ എന്തിനും റെഡിയാ. പക്ഷെ നീ എന്തോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. അതെന്താന്ന് എന്നോട് പറ. എല്ലാം ഞാൻ പറയാം. പക്ഷെ നീ ഇപ്പോ ഞാൻ ചോദിച്ചതിന് ഉത്തരം നിന്നെ കൊണ്ട് പറ്റുമോ എന്നെ കല്യാണം കഴിക്കാൻ നാളെ തന്നെ? പറ്റും. ഞാൻ നിന്നെ കല്യാണം കഴിക്കും നാളെ തന്നെ. താങ്ക് യു അനന്ത്. ബട്ട് ഒരു കണ്ടീഷൻ, നീ എല്ലാ കാര്യവും എന്നോട് പറയണം. എടാ ആനന്ദേ, നീ എന്തൊക്കെയാടാ പറയുന്നേ? അവൾ അങ്ങനെ പറഞ്ഞോ? എടാ, എന്താ പ്രശ്നമുണ്ട്? വേണ്ടടാ വെറുതെ. അറിയാലോ, നിന്റെ അച്ഛൻ അറിഞ്ഞ ആകെ പ്രശ്നമാവും. അച്ഛനിപ്പോ നാട്ടിലില്ലാത്തത് നിനക്ക് നന്നായി. പക്ഷെ എപ്പോഴെല്ലാം അറിയും. അപ്പൊ എടാ, ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞതല്ലേ, അച്ഛനെ ഞാൻ എതിർക്കാൻ പോവാന്ന്. അവളെ ഞാൻ സ്നേഹിച്ചു. ഇനി അവളെ കൈവിടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലടാ. കൂടാതെ അവളെല്ലാം പറയുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് ഞാൻ കണ്ട ആ വിഷമം എനിക്കറിയില്ല. അവൾ എന്തൊക്കെയോ നേരിടുന്നുണ്ട്, അവൾക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. അവൾ എന്തോ പേടിച്ചിട്ടാ എല്ലാം ചെയ്യുന്നത്. എനിക്ക് എന്താണെന്നറിയണം. ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോവാടാ. എടാ ആനന്ദ്, എന്നാലും ഒന്നുകൂടെ ആലോചിക്ക്. എനിക്ക് പേടിയാവുന്നു നീ പറയുന്നതൊക്കെ കേൾക്കുമ്പോ. അവൾ എന്തിനാ ഇത്ര പെട്ടെന്ന് ഇല്ലെങ്കിലും? എടാ, അവള് ഇതുവരെ നിന്നോട് നിന്നെ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് വന്ന് നിന്നെ ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ സമ്മതമാണെന്നും പറഞ്ഞ് എന്താടാ? എടാ അശോകെ, എനിക്ക് അതൊന്നും അറിയത്തില്ല. എനിക്ക് അവളെ ഇഷ്ടമാണ്, അവൾക്ക് എന്നെ ഇഷ്ടമാണ്. എനിക്കത് മതി. ഞാൻ അവളെ കല്യാണം കഴിക്കാൻ റെഡിയാ. എനിക്ക് അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. എടാ, നീ എൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. എടാ, ഞാൻ എന്തിനും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നീ പേടിക്കാതിരിക്കെ. താങ്ക്സ് എടാ. നീ നാളെ ഉണ്ടാവില്ലേ? ഞാൻ ഉണ്ടാവും. സാക്ഷികൾ ആരെങ്കിലും വേണ്ടേ? ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെടാ, ശരി എന്നാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എല്ലാവരും കുഴപ്പമില്ലാണ്ട് നടന്നാൽ മതിയായിരുന്നു.